നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് പേരാമ്പ്ര സംഘർഷത്തിൽ ആരോപണ വിധേയരായ ഡിവൈഎസ്പിമാർക്ക് സ്ഥലമാറ്റം എന്ന നിർണായക തീരുമാനത്തിലേക്ക് അധികാരികൾ എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. പേരാമ്പ്ര ഡിവൈഎസ്പി സുനിൽകുമാർ, വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദ് എന്നിവരെ സ്ഥലം മാറ്റി. സുനിൽകുമാറിനെ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഹരിപ്രസാദിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയി മാറ്റിയിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് 23 ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റിയ കൂട്ടത്തിലാണ് ഇവരെയും ഉൾപ്പെട്ടിരിക്കുന്നത്. അച്ചടക്ക നടപടി ഇല്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന. പക്ഷെ അത്തരത്തിലൊരു വിലയിരുത്തൽ ഇതിന് നൽകപ്പെടുന്നുണ്ട്. പേരാമ്പ്ര സംഘർഷത്തിനിടെ ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഉത്തരവാദികളായ പോലീസുകാരെ 5 ദിവസത്തിനകം കണ്ടെത്തി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്ന് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇരു ഡിവൈഎസ്പിമാർക്കുമെതിരെ കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും അവർക്കൊരു സ്ഥലം മാറ്റ നടപടി, അത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഡിവൈഎസ്പിമാരുടെ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായാണ് ഇരുവർക്കും ട്രാൻസ്ഫർ നൽകിയത്. അതേസമയം മറ്റൊരു വിവരവും കൂടി, അതായത് പേരാമ്പ്രയിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന്റെ പ്രധാന കാരണം UDF പ്രകടനം കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന പോലീസിന്റെ പിടിവാശി. കണ്ണീർ വാതക ഷെല്ല് വീണ് മുഖത്ത് സാരമായി പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകൻ നിയാസിന്റെ വെളിപ്പെടുത്തലാണിത്. അതായത് പേരാമ്പ്രയിൽ കാര്യങ്ങൾ വഷളാക്കിയത് പോലീസ് ഇത്തരത്തിൽ കടുംപിടുത്തം പിടിച്ചതാണ് എന്നാണ് നിയാസ് പറയുന്നത്. തന്റെ മുഖത്തിന്റെ വലതുഭാഗത്ത് വീണാണ് ഷെല്ല് പൊട്ടിയത്. ജീവൻ പോയെന്നാണ് കരുതിയത്. വലത് കണ്ണിന് കാഴ്ച പ്രശ്നമുണ്ട് എന്നും നിയാസ് വ്യക്തമാക്കി. ദിവസങ്ങൾ നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം നിയാസ് ആശുപത്രി വിട്ടിരിക്കുകയാണ്. നിയാസിന്റെ മൂക്കിന്റെ എല്ലുകൾക്കും കണ്ണിനുമാണ് സാരമായി പരിക്കേറ്റത്. നിയാസിനെ ചികിത്സിച്ച ഡോക്ടർ സെബിൻ വി തോമസ് ഈ ഒരു കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് UDF പ്രവർത്തകർ 3 പേർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. പേരാമ്പ്ര ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂത്താളി സ്വദേശി PK വിനോദൻ, അതുപോലെ തന്നെ NM മണി തുടങ്ങിയവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. പേരാമ്പ്ര ഇൻസ്പെക്ടർ P ജംഷീദിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ പയ്യോളി കോടതി റിമാൻഡ് ചെയ്തു. കേസിൽ ഇതുവരെ 8 പ്രതികളാണ് റിമാൻഡിലായിരിക്കുന്നത്. കൂടുതൽ പ്രതികളെ പിടികൂടാനുണ്ട്. ചിലർ ഒളിവിലാണ്. പോലീസിന് നേരെ നാടൻ ബോംബ് കല്ലുമെറിഞ്ഞതിൽ 2 ഡിവൈഎസ്പിമാരടക്കം 10 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പേരാമ്പ്രയിൽ സംഘർഷമുണ്ടാക്കി സംസ്ഥാനമാകെ അക്രമം വ്യാപിപ്പിക്കാനുള്ള ഗൂഢാലോചനയാണ് ഷാഫി പറമ്പിൽ MPയുടെയും DCC പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഉണ്ടായത്. അതേസമയം കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമം UDF നടത്തുന്നു. അതാണ് പേരാമ്പ്രയിൽ കണ്ടതെന്ന് നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചിരുന്നു. ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീട് UDF ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതോടെ അക്രമം തുടങ്ങി. പേരാമ്പ്രയിൽ പോലീസിനെ ആക്രമിച്ചു. ബോംബുമായാണ് അവർ വന്നത്. എന്നിട്ട് ആസൂത്രണം ചെയ്ത് MPയുടെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയെന്നും MV ഗോവിന്ദൻ വിമർശിച്ചിരുന്നു. UDF കലാപങ്ങളും വർഗീയ ധ്രുവീകരണവും ഉണ്ടാക്കുകയാണ്. പള്ളുരുത്തി സ്കൂളിൽ പ്രശ്നങ്ങൾ തീർത്ത ശേഷം ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം നടത്തി. അത് ജനങ്ങൾ തിരിച്ചറിയും. കോൺഗ്രസിലാകെ ഇപ്പോൾ ഭിന്നതയുടെ സ്വരം മാത്രമാണ് ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ നിയോഗിച്ചതു മുതൽ UDFൽ എതിർപ്പുകൾ ഉയരുകയാണ്. ഇപ്പോൾ KPCC ജംബോ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോഴും അതുതന്നെ അവരുടെ അവസ്ഥ. പരസ്യമായി നേതാക്കൾ എതിർപ്പുമായി മുന്നോട്ട് വരികയാണ്. കോൺഗ്രസ് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പേരാമ്പ്ര വിഷയത്തിൽ EP ജയരാജന്റെ ഒരു പ്രതികരണം കൂടി നേരത്തെ പുറത്തു വന്നതാണ്. പേരാമ്പ്രയിൽ കലാപം ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും അഭിനയമാണ് നടന്നതെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ നേരത്തെ വിമർശിച്ചിരുന്നു. പേരാമ്പ്ര പ്രശ്നബാധിതമായ സ്ഥലമാണ്. അത് മനസ്സിലാക്കി നല്ല രീതിയിൽ CPM പ്രവർത്തിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ഇവിടെ നിന്ന് പിൻവാങ്ങി മുസ്ലിം ലീഗിന്റെ കയ്യിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് ആസൂത്രിത കലാപം ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസുകാരുടെ കാല് തല്ലി ഓടിക്കും, പേര് എഴുതിയെടുത്തിട്ട് തൊപ്പി തെറിപ്പിക്കുമെന്നും EP പറഞ്ഞിരുന്നു. കേരളത്തിൽ ഇനി കോൺഗ്രസ് തിരിച്ചു വരില്ല. കോൺഗ്രസിന്റെ അധ്യായം അടഞ്ഞു കഴിഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. വർഗീയ ചിന്തകൾ ഇളക്കിവിടാനും വ്യക്തിഹത്യ നടത്താനുമാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. 6 മാസമാണ് ഈ സർക്കാരിന്റെ കാലാവധി എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഡൽഹിയിൽ കുറെ കാലം ഇരിക്കാൻ പോകുമല്ലേ വേണുഗോപാൽ എന്നതടക്കമുള്ള ഒരു വിമർശനം നടത്തിയിരുന്നു. മാത്രമല്ല പേരാമ്പ്ര സംഘർഷത്തിൽ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന് കാട്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഘർഷ സമയത്ത് പോലീസിന് നേരെ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന LDF ആരോപണത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെയാണ് തിങ്കളാഴ്ച വൈകിട്ട് ഫയൽ ചെയ്ത പ്രഥമ വിവര റിപ്പോർട്ടിൽ സംഭവം സ്ഥിരീകരിക്കുന്ന സൂചനകളോടെ പേരാമ്പ്ര പോലീസ് കേസെടുത്തത്.
ജീവന് അപായം വരുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്ഫോടക വസ്തു വലിച്ചെറിഞ്ഞെന്നും പോലീസുകാർക്കിടയിൽ ഉഗ്രശബ്ദത്തോടെ ഇത് പൊട്ടിത്തെറിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഒക്ടോബർ 10-നുണ്ടായ സംഘർഷത്തിന്റെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി അന്ന് വൈകിട്ട് 5:45 മുതൽ 8:30 വരെ പകർത്തിയ ദൃശ്യങ്ങൾ തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് പരിശോധിക്കുന്നതിനിടെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ പോലീസിനെതിരെ കോൺഗ്രസ് സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യം കെട്ടിച്ചമച്ചതാണെന്ന ആരോപണങ്ങൾ വരുന്നു. ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. പോലീസിന്റേത് സ്വയം രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും പേരാമ്പ്രയിൽ മേലുദ്യോഗസ്ഥരുടെ ഉത്തരവില്ലാതെയാണ് MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് ലാത്തി പ്രയോഗം നടത്തിയതെന്നും റൂറൽ SP നടത്തിയ തുറന്നു പറച്ചിൽ അത് വലിയ വിവാദമായതാണ്. കുഴപ്പമുണ്ടാക്കിയവരെ കണ്ടെത്തി ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു റൂറൽ SPയുടെ ആവശ്യം. ഇതിനിടെയാണ് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതായി കാട്ടി പേരാമ്പ്ര പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല, നേരത്തെ റൂറൽ SPയുടെ ഒരു പ്രതികരണം കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തിൽ ദുരൂഹതയുണ്ട് എന്ന് റൂറൽ SP KE ബൈജു വെളിപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ പോലീസിലെ ചില ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന സംശയമുണ്ട് എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് ആരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും SP വ്യക്തമാക്കിയിരുന്നു. വടകരയിൽ നടന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പൊതുപരിപാടിക്കിടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു സംശയം മുന്നോട്ട് വെച്ചത്. സംഘർഷം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കണ്ണീർ വാതക പ്രയോഗം മാത്രമാണ് ഉണ്ടായത്. ലാത്തി ചാർജ് നടന്നിട്ടില്ല. എന്നാൽ MPയെ പുറകിൽ നിന്ന് ലാത്തി കൊണ്ട് അടിച്ചു എന്ന SPയുടെ തന്നെ പരാമർശം ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന വാദത്തിന് വിരുദ്ധമാവുകയും മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ ഈ വാദത്തെ പൊളിക്കുകയും ചെയ്തിരുന്നു. പോലീസ് ലാത്തി ഉപയോഗിച്ച് MPയെ അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് സംഭവത്തിൽ പോലീസിന് കനത്ത തിരിച്ചടിയായി മാറി. പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുള്ള അന്വേഷണം ഏറെ നിർണായകമാണ്. അതേസമയം MPക്കെതിരായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രക്ഷോഭം നടത്തിയിരുന്നു. എന്തായാലും 692 UDF പ്രവർത്തകർക്കെതിരെ, അതായത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള UDF പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്ന സംഭവമാണ് ഇപ്പോൾ DYSPമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നെന്ന നിർണായകമായ വിവരം പുറത്തു വരികയാണ്. അതായത് പോലീസിന് നേരെ UDF പ്രവർത്തകർ ബോംബെറിഞ്ഞുവെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ബോംബേർ ഉണ്ടായതെന്നും അടക്കമുള്ള വാദങ്ങൾ നിൽക്കുന്നു. അതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ആരാണ് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ റൂറൽ SPയുടെ ഒരു സംശയം, ഇത് ആരോ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാണെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.